ചൈനയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് 3000 കാറുകളുമായി പോയിരുന്ന മോർണിംഗ് മിഡാസ് എന്ന ചരക്ക് കപ്പൽ പസഫിക് സമുദ്രത്തിൽ മുങ്ങി. 2006 നിർമ്മിച്ച ലൈബീരിയൻ പാതയുള്ള ഈ കപ്പൽ ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയാക് മാരിടൈംസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. മെയ് 26 ചൈനയിലെ യാൻജി തുറമുഖത്തിൽ നിന്നും പുറപ്പെട്ട കപ്പൽ മെക്സിക്കോയിലെ ലാസാരോ കാർഡേനാസിയിലേക്ക് പോവുകയായിരുന്നു. യാത്രക്കിടെ അലാസ്കൻ തീരത്തു നിന്നും ഏകദേശം 300 നോട്ടിക്കൽ മൈൽ അകലെ കരയിൽ നിന്നും 415 മൈൽ ദൂരത്ത് വെച്ച് ജൂൺ 3 കപ്പലിന് തീപിടിച്ചത്. ഈ ദുരന്തം സമുദ്ര ഗതാഗതത്തിലെ അപകട സാധ്യതകളെ കുറിച്ചും അതുപോലെ പ്രത്യേകിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചുമാണ് ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. അപകടത്തിന്റെ കാരണങ്ങളും തീവ്രതയും മോശം കാലാവസ്ഥയാണ് ഈ അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന 3000 വാഹനങ്ങൾ ഏകദേശം 800 എണ്ണം ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. ഈ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലിഥിയം അയൺ ബാറ്ററികളാണ് തീപിടുത്തത്തിന് തീവ്രത വർദ്ധിപ്പിച്ചത്. ഇത്തരം ബാറ്ററികൾ വളരെ പെട്ടെന്ന് തീപിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പുതിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. നിയന്ത്രണാതീതമായ തീപിടുത്തം കാരണം കപ്പലിലെ ജീവനക്കാർക്ക് രക്ഷപ്പെടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. തീപിടിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ 600 അടി നീളമുള്ള ചരക്കു കപ്പൽ പൂർണ്ണമായും മുങ്ങിയത്. പാരിസ്ഥിതിക ആഘാതങ്ങളും അതുപോലെ തന്നെ ജീവന്റെ രക്ഷാപ്രവർത്തനങ്ങളുമെല്ലാം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. കപ്പലിലെ തീപിടുത്തം നിയന്ത്രണാതീതമായപ്പോൾ തന്നെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അടുത്തുകൂടെ പോകുകയായിരുന്ന ഒരു മറൈൻ കപ്പലാണ് ലൈഫ് ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത്. ഭാഗ്യവശാൽ ഈ അപകടത്തിൽ ജീവനക്കാർക്ക് ആർക്കും തന്നെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. മുങ്ങിയ കപ്പൽ 16,404 അടി താഴ്ചയിലേക്ക് പതിച്ചിട്ടുണ്ട്. സാധാരണയായി ഇത്തരം വലിയ ചരക്കു കപ്പലുകൾ മുങ്ങുമ്പോൾ വലിയ തോതിലുള്ള എണ്ണച്ചോർച്ചയും മറ്റ് മലിനീകരണ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ US കോസ്റ്റ് ഗാർഡ് വ്യക്തമായി അറിയിച്ചത് അനുസരിച്ച് പ്രത്യക്ഷത്തിൽ ഒരു തരത്തിലുള്ള മലിനീകരണം ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നിരുന്നാലും ഭാവിയിൽ മലിനീകരണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ടെന്നാണ് US കോസ്റ്റ് ഗാർഡ് നിലവിൽ കപ്പലുകളെ വിന്യസിപ്പിച്ചുള്ള കാര്യത്തിൽ പറഞ്ഞത്. തീ അണയ്ക്കാൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ അയച്ചെങ്കിലും അത് ഫലിക്കാതെ വന്നതോടെ കപ്പൽ പ്രവർത്തനരഹിതമാവുകയായിരുന്നു. ഇലക്ട്രോണിക് വാഹനങ്ങളും സമുദ്ര ഗതാഗതത്തിലെ വെല്ലുവിളികളും ഇലക്ട്രിക് വാഹനങ്ങൾ കടലിലൂടെ പോകുന്നത് തീപിടുത്ത സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന ആശങ്ക ഈ ദുരന്തത്തോടെ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തീപിടിക്കുന്ന സ്വഭാവമുള്ള ലിഥിയം അയൺ ബാറ്ററികളുടെ സാന്നിധ്യം ഇത്തരം അപകടങ്ങളുടെ സാധ്യത കൂട്ടുന്നു എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമുദ്രമേഖലയിലെ ഇൻഷുറൻസ് രംഗത്തുള്ളവരും ഇത്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പറയുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചാരണം കൂടുന്നതിനനുസരിച്ച് അവയുടെ ഗതാഗതത്തിന് കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻകരുതലുകളും ആവശ്യമാണെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേരളത്തിലും കപ്പൽ ദുരന്തങ്ങളും മലിനീകരണ ഭീഷണിയും നിലനിൽക്കുകയാണ്. ആഗോളതലത്തിൽ കപ്പൽ അപകടം വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കകളും അതുപോലെ തന്നെ പാരിസ്ഥിതിക ആശങ്കകളുമാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് മാരകമായ രാസവസ്തുക്കളും മറ്റ് അപകടങ്ങളുമായ വസ്തുക്കളും വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലുകൾ അപകടത്തിൽപ്പെടുമ്പോൾ അത് സമുദ്രജീവികൾക്കും തീരദേശ പ്രദേശവാസികൾക്കും തീരദേശ പരിസ്ഥിതിക്കും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്ന ഒന്നായി മാറുകയാണ്. അടുത്തിടെ കേരള തീരത്തിനടുത്തും സമാനമായ 2 കപ്പൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരു കപ്പലിൽ മാരകമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു. ആ കപ്പലിന് തീപിടിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തെ തുടർന്നുണ്ടായ മലിനീകരണം സംബന്ധിച്ച അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ തീരപ്രദേശത്തെ മത്സ്യബന്ധനത്തെയും ടൂറിസത്തെയും സാരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഇത്തരം മലിനീകരണങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ജാഗ്രതയും സുരക്ഷാ നടപടികളും ആവശ്യമാണ്. പുതിയ വെല്ലുവിളികളും ഭാവിയിലെ കാഴ്ചപ്പാടുകളും നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ലോകം കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഗതാഗതത്തിന് നിലവിലുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളുമെല്ലാം കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യവുമുണ്ട്. ലിഥിയം അയൺ ബാറ്ററികൾ തീപിടിക്കാനുള്ള സാധ്യത പരിഗണിച്ച് അവയെ കൊണ്ടുപോകുന്ന കപ്പലുകളിൽ പ്രത്യേക അഗ്നിശമന സംവിധാനങ്ങളും അപകടം ലഘൂകരിക്കാനുള്ള മാർഗങ്ങളും നിർബന്ധമാക്കേണ്ടതുണ്ട്. കൂടാതെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സമുദ്ര പരിസ്ഥിതിക്ക് വരുത്തുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങളും ആവശ്യമായി വരുന്നുണ്ട്. ആഗോളതലത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവര കൈമാറ്റവും ആവശ്യമാണ്. സമുദ്രത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമ കൂടിയാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച്
അവയുടെ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യവുമാണ്. നിലവിലുള്ള കപ്പലുകളിലെ അഗ്നിശമന സംവിധാനങ്ങൾ ലിഥിയം അയൺ ബാറ്ററികളുടെ തീപിടുത്തം നിയന്ത്രിക്കാൻ പര്യാപ്തമല്ലെന്ന് ഈ സംഭവം വ്യക്തമാക്കുകയാണ്. കൂടുതൽ നൂതനമായ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ സുരക്ഷാ പ്രോട്ടോകോളുകളും വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിട്ട് പറയുകയാണ്. ആഗോളതലത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ കേരളവും ഈ വെല്ലുവിളികളിൽ നിന്നും മുക്തമല്ല. അടുത്തിടെ കേരള തീരത്തിനടുത്ത് പോലും 2 കപ്പൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് മാരകമായ രാസവസ്തുക്കൾ വഹിക്കുന്ന കപ്പലായിരുന്നു. അതിന് തീപിടിക്കുകയും ചെയ്തിരുന്നു. കടലിലെ ഇത്തരം ദുരന്തങ്ങൾ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ തീരദേശ ജനങ്ങൾക്കും ഉപജീവന മാർഗങ്ങൾക്കും വലിയൊരു ഭീഷണിയാണ്. ഈ സാഹചര്യത്തിൽ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പാരിസ്ഥിതികമായ മലിനീകരണം തടയുന്നതിനും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്.